ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്ന് അങ്ങനെ നിൽക്കാറില്ല, അപ്പോൾ എന്തായാലും നിന്നിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ പൂച്ച കിടക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഞങ്ങളുടെ അതിഥിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കിടന്ന് നടക്കാറുണ്ട്. പിന്നെ അമ്മയും അച്ഛനും ചോറ് കൊടുക്കും. പാവം വെച്ചെന്ന് കരയണ കണ്ടിട്ട് ചോറൊക്കെ കൊടുക്കും. അപ്പോൾ കഴിക്കുക. അപ്പോൾ പിന്നെ ഇവിടേക്ക് കിടന്നവരൊക്കെ സെറ്റായി പൂച്ച. അപ്പോൾ അമ്മ രാവിലെ ശിവ എണീറ്റപ്പോൾ പാല് കൊടുക്കണം കേട്ടോ ശിവന്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സുഖമാണ്, എനിക്ക് നേരം വൈകി എണീറ്റാൽ മതി, വലിയ പണികളൊന്നും ഉണ്ടാവില്ല, ഒക്കെ അമ്മ കഴിപ്പിക്കും, ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് രാവിലെ അമ്മ പാൽച്ചായ തന്നു കേട്ടോ. പാൽച്ചായ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, എന്നാലും ഇടയ്ക്ക് കുടിക്കും. അപ്പോൾ അങ്ങനെ പാൽച്ചായ തന്നു, പാൽച്ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ അതേ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പും തക്കാളിയും കൂടിയിട്ട്, പിന്നെ ചെറിയ ചമ്മന്തി ഉണ്ട്, ചോറ്, മുട്ട ചെറിയ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ മറിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കുട്ടനും ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നാരങ്ങച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് വലിയ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ശിവു ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് പുറത്തേക്കൊന്ന് പോകണം, മിഷ്യൻ്റെ ഓയിൽ മേടിക്കാനും പിന്നെ ശിവൻ്റെ അംഗനവാടിയിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നിട്ട് ഡ്രസ്സ് മാറണമായിരുന്നല്ലോ, അപ്പോൾ കുളിച്ച് ഡ്രസ്സ് മാറിയത് പോകാനുണ്ട്, അംഗനവാടിയിലേക്ക് പോവാണ്, ഒരു കാര്യത്തിന് വേണ്ടി പോവാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്നംകുളത്തേക്ക് കേട്ടാ. കുന്നംകുളത്തേക്ക് എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, അതിൽ ഓയിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നലെ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ പോയപ്പോൾ അവിടെ എല്ലാ ഷോപ്പിലേക്ക് പോയി ഞങ്ങള്. അപ്പോൾ അവിടെ ഇല്ലാന്നാ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് എളുപ്പം കുന്നംകുളത്തേക്കാണ്. അപ്പോൾ ഞങ്ങള് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഐറ്റുണ്ട്, വെറും 150 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞത് ലിറ്ററിന്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോകണ്ട. ഞാൻ മിഷ്യൻ വാങ്ങിയത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്താ പറയുക, കുന്നംകുളത്ത് പോയിട്ട് വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വിളിച്ച് വെച്ചിട്ടാണ് കുന്നംകുളത്ത് അടുത്തുള്ള ഷോപ്പിൽ പോയിട്ടാണ് നമ്മളിത് മേടിച്ചത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഓയിലും ഇതൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീടിൻ്റെ വഴിയിലാണ് നമ്മൾ നിൽക്കണം. വീട്ടിലെത്തിയിട്ടില്ല, വീടെത്തണം. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്ന് വീഡിയോ എടുത്തില്ല. അതല്ല, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കടയിലൊക്കെ കയറി ഉഴുന്നോട മേടിച്ചിട്ടുണ്ട്, സുഗിയം മേടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ശിവുന് ഇതെന്നിട്ട് പുഡിംഗ് മാംഗോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. പിന്നെ മുട്ട വാങ്ങിയിട്ടുണ്ട്. പിന്നെ ശിവുന് സർപ്രൈസ് ആയിട്ടൊരു മാജിക് സ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് അവളുടെ ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് അന്ന് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല, കാരണം നാശാക്കി കളഞ്ഞു. പിന്നെ നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ അച്ഛന്റെ വണ്ടി ഒന്ന് പറയൂ നീ. അച്ഛന്റെ വണ്ടി കേടായിരിക്കാണ്. അത് നമ്മൾ മേടിച്ചെടുത്ത വണ്ടിയിലേക്ക് സാധ്യം പറയും. നമ്മള് മേടിച്ചെടുത്ത വണ്ടി എന്ന് പറിച്ചു കഴിഞ്ഞാല് വണ്ടി നിർത്തിയിട്ട് പറയാം, അത് നല്ലത്. ശരിക്കും പെട്ട ഒരവസ്ഥയായിരുന്നു, ലോക തല്ലിപ്പൊളി വണ്ടി ഇരുന്നത്. കാരണം ഞങ്ങൾക്ക് ഒന്നാമത് നോക്കിയെടുക്കാൻ എനിക്ക് വണ്ടീനെ പറ്റി അങ്ങനെ ഒന്നും അറിയില്ലേ. നമുക്കൊരു ആഗ്രഹം അച്ഛനെ മേടിച്ചു കൊടുക്കണം. ഇപ്പത്തെ വണ്ടി നോക്കിയപ്പോ കാണാൻ കുഴപ്പമില്ല, കാരണം എന്താ പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ച് കൊടുക്കാറുന്നു. അപ്പൊ ഓടിച്ചു നോക്കിയപ്പോഴും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് അച്ഛന് വണ്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഒരാഴ്ച യൂസ് ചെയ്യാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ. അപ്പൊ അതിന്റെ പരിപ്പിളകി, വണ്ടി എല്ലാ ജംഗ്ഷനിലും നിൽക്കും. നല്ല പണിയും തന്നുണ്ട്. വണ്ടി വർക്ക്ഷോപ്പിലാണ് ഇരിക്കണത്. അപ്പൊ അവിടത്തെ ചേട്ടൻ പറഞ്ഞു ഇനി ഒന്നിനും കൊള്ളില്ല, ഇത് മറ്റേ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിൽ പൊളിച്ചാളെന്നോളം പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് അച്ഛന്റെ പഴയ വണ്ടി ഉണ്ടല്ലോ, അതൊന്ന് ശരിയാക്കാൻ കൊടുക്കണം. അതിന്റെ ഇടയിൽ ഞങ്ങള് എന്തായാലും അച്ഛന് വണ്ടി എടുക്കണം എന്ന് പ്ലാൻ ഉണ്ട്. ഇപ്പഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. കാരണം നമ്മള് ഇപ്പോ എല്ലാവരുടെ പോലെ തന്നെ നമുക്കും പൈസ ലോണുണ്ട് ആൾക്കാരാണ് നമ്മളും. അപ്പൊ അത് ഒരെണ്ണം ഒതുങ്ങിയിട്ട് അച്ഛന്റെ വണ്ടിയുടെ കാര്യത്തിലേക്ക് എടുക്കണ്ടെങ്കിൽ ഇനി പുതിയത് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പഴയത് ഒരാളെടുക്കരുത്, വീട്ടില് ഭംഗിക്ക് വെക്കാം. അതെ, അതിന് വണ്ടി ഇല്ലാത്ത കാരണം ഇങ്ങോട്ട് പോകാൻ പറ്റണില്ലേ. ഉദാഹരണമാണ് എന്റെ വണ്ടി വളരെ വീട്ടിലിരിക്കുന്നുണ്ട്, അച്ഛനെ മേടിച്ച വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അച്ഛന്റെ പഴയ വണ്ടി ഇപ്പൊ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് കാണിക്കണം. അച്ഛനെ ഒരുവിധം എല്ലാ വണ്ടി പണികളും അറിയാം. പിന്നെ അച്ഛനെയാണ് പണിയാറുള്ളത്. ഇപ്പൊ അച്ഛൻ അതെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുക്കുക, അപ്പൊ അവര് ചെയ്തോളൂല്ലോ. എന്തെങ്കിലും അതിൽ വല്ല സ്പെയർ പാർട്സുകൾ മാറ്റാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചെയ്തോളൂ. അപ്പൊ നമുക്ക് പോവാട്ടോ. വയ്യ വീട് കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വീട്. ഇതുപോലൊരു വീടൊക്കെ പണിയണം. ഇവിടെ ഒരു കുഞ്ഞു വീട്, ഇവിടെ ഒരു വീട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നിറച്ച് വഴികളിൽ വീടായിട്ടാ, അല്ല വഴികളിലൊക്കെ നിറച്ച് വീടായി. അതന്നെ നീ ആദ്യം പറഞ്ഞത്. ഇവിടെ ഒരു സമ്മതിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ വഴിയിലെ ആദ്യത്തെ വീട് ബിന്ദുവിന്റെ ഞങ്ങളുടെ വീട് ഇവര് വീട് വെച്ചതിന് ശേഷം അന്നതെ ഇതേപോലത്തെ പറമ്പായിട്ടാണ് ഫുള്ള് കിടക്കണേ. ഇത് ഇത്രയും വഴി ഇത്രയും വീതിയില്ല, ചെറിയ വഴിയായിരുന്നു. ഇവര് വീട് വെച്ചതിന് ശേഷമാണ് ആൾക്കാർക്ക് വിശ്വാസം പേടില്ലാണ്ട് വീട് വെക്കാൻ കാരണം. അന്നെന്ന് വെച്ചാൽ കറണ്ട് ഇല്ല കേട്ടോ ഗൈസ്. 1 വർഷത്തോളം ഞങ്ങള് കറണ്ട് ഇല്ലാണ്ട് നിന്നോട്ടോ. ഞങ്ങക്ക് ആദ്യം കറണ്ട് കിട്ടി. അതെ, കിട്ടില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു, പക്ഷെ ഞങ്ങക്ക് കിട്ടി. ആരാ നിക്കണത്? ശിവമണിയാന്ന് തോന്നുന്നുണ്ട്. ഈ ജിങ്കിട് മണി എന്താ അവിടെ കൃഷ്ണനായിട്ട് നിക്കണേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. അപ്പൊ നോട്ടെ, സ്ലേറ്റ് വേണം, മാജിക് സ്ലേറ്റ്. പടക്ക എഴുതിട്ട് എന്താ നിക്കണ കോലം? ഇഷ്ടപ്പെട്ടോ? ശിവ പൊടിങ്. അപ്പം അങ്ങനെ അവർ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ. അമ്മയും അച്ഛനും കുട്ടും കൂടി എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ മറ്റേ ബലൂണ് വെച്ച് ശിവൻ്റെ കൂടെ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവൾക്ക് പിന്നെ അടുത്ത് കുട്ടികളും ഇതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അവളുടെ കൂടെ കളിക്കൽ ഞാനും കുട്ടും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും കൂടെ നടക്കും, കളിപ്പിക്കും ഒക്കെ ചെയ്യും. പിന്നെ പൂച്ചയുള്ള കാരണം അതിനിങ്ങനെ ഓടിപ്പിക്കലാണ് ശിവുവിൻ്റെ മെയിൻ പണി. ഇന്നിപ്പോൾ ശിവുവിന് അംഗനവാടി വിട്ടിട്ടില്ല. അമ്മ പറഞ്ഞു ഇന്ന് ശിവു ഇവിടെ നിൽക്കട്ടെ, ഇന്ന് വിടണ്ടെന്ന് പറഞ്ഞിട്ട് ശിവുവിന് ഇവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ അംഗനവാടിക്ക് പോയത്. ഓയിൽ മേടിക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കണം. അപ്പോൾ നാളെ പോവുകയും ചെയ്യും കേട്ടോ വീട്ടിലേക്ക്. എന്താണെന്നറിയോ കുട്ടി, ശിവന് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ കോലൊക്കെ കിട്ടി നടക്കണതാണ് കുട്ടിക്ക് ഇഷ്ടം. അങ്ങനെ ശിവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നല്ല കുട്ടിയാക്കി നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ കുളിക്കാനൊന്നും മടിയില്ല, പക്ഷെ കുളിക്കാൻ വിളിക്കുന്ന സമയത്ത് വരാനാണ് മടി. കുളിക്കാൻ മടിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നിൽക്കുകയാണ്. അപ്പം ശിവനാണെന്നുണ്ടെങ്കിൽ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത്. അവൾക്ക് എണീറ്റ് കഴിഞ്ഞപ്പോൾ രാവിലെ അതിൽ എണീറ്റ് കഴിഞ്ഞാൽ മീനിനെ കാണണം, മീനിന് ഫുഡ് കൊടുക്കണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അവൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ വലിയ ബഹളമാണ്. എന്താ പറയുക, ചെയ്ത് കിട്ടണം, അങ്ങനെയാണ്, കുറുമ്പത്തിയാണ്. അപ്പോൾ ശിവന് മുടി കെട്ടണം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കുട്ടനാണെങ്കിൽ ശിവനെ ഒരുക്കാനും എല്ലാം ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ്, പൊട്ട് കുത്തണം, കണ്ണെഴുതിക്കണം നിർബന്ധമില്ല. എന്നാലും മുകളിൽ മാത്രം എഴുതിക്കുക, അല്ലാണ്ട് വലിയ പുരിയൊക്കെ എഴുതി അങ്ങനെയില്ല. കണ്ണ് മാത്രം നല്ല വാലിട്ട് ഇങ്ങനെ ഐലൈനർ കൊണ്ട് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പരത്തി എഴുതാനും പാടില്ല, അങ്ങനെയാണ് കുട്ടുവിന്. അപ്പോൾ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ശിവന്. അവൾക്ക് മുടി കെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ 2 സൈഡിലും ഓരോന്ന് കെട്ടണം. നടുക്കിലിങ്ങനെ കെട്ടണത് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ കെട്ടി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം മുടിയിൽ കെട്ടണ ബണ്ണ് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് ഇല്ല. അപ്പോൾ കുട്ടു റബ്ബർ ബാൻഡ് തപ്പാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഇങ്ങനെ കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കും. അപ്പോൾ അത് എവിടെന്നെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി. അവൻ പോയിട്ട് റബ്ബർ ബാൻഡൊക്കെ എടുത്ത് വന്നിട്ട് ഇത് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യത്തിക്കോ? ആ ചെയ്യത്തി. അയ്യോ എന്തൊരു ശബ്ദ! എന്തിട്ടാ ശിവ ചായ കുടിച്ചോ? അങ്ങനെ വീട്ടിൽ കാവത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കാവത്ത് പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടന് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയിട്ടാണ്, കാവടി നടക്കണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ഇതൊക്കെ കണ്ടു. നല്ല ക്രൗഡായിരുന്നു. പിന്നെ കുട്ടൂൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ബിബിൻ ചേട്ടൻ, കുട്ടൂൻ്റെ ഫ്രണ്ടാണ്. ഒരു വാവയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ വൈഫാണ് തൊട്ടപ്പുറത്ത് നിൽക്കണത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണാം ഗൈസ്. ബൈ.